ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ രസമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ചെന്നൈയിലൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു രസമാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഇപ്പം ഒരു നെല്ലിക്ക അളവിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിപ്പുള്ള പുളിയാണ്, അതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് എത്രയാണോ രസം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അത് വെള്ളത്തിലിട്ട് വയ്ക്കുക ആദ്യം തന്നെ. പിന്നെ നമ്മൾക്ക് വേണ്ടത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഓരോരോ സ്പൂൺ വേണം. പിന്നെ മല്ലിയിലയും തക്കാളിയും കൂടെ വേണം. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാലും മതിയാകും. അതിനുശേഷം കടുകിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ഇത് ചെറുതായിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് രസത്തിൻ്റെ കൂടെ നമ്മൾക്കതെല്ലാം കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ രസം കഴിക്കുമ്പോൾ എല്ലാം എടുത്ത് മാറ്റിക്കളയില്ലേ. അപ്പം ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം കായമാണ് ഞാൻ ഇട്ടത്. പിന്നെ നമ്മളുടെ പുളി കലക്കി വെച്ചതും കൂടെ അരിച്ച് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക. വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഇപ്പം ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് എത്ര ഉപ്പ് വേണോ നമ്മൾക്കത് ചേർക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും. എന്നിട്ട് ഇത് തിളയ്ക്കുന്ന വരെ നമ്മൾ വെച്ചിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ. നന്നായിട്ട് തിളച്ച് പോകാൻ പറ്റില്ല, ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ രസം എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സമയം ഒന്നും വേണ്ട. ഇതിന് 2 മിനിറ്റ് കൂടെ വേണ്ട നമ്മൾക്ക്. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ശരിക്കും ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റുകളൊക്കെ ചെയ്യുക. എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം.